പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആദ്യം വ്യോമാക്രമണം നടത്തി അവിടെ 50 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെയുള്ള റാവൽപിണ്ടി മേഖലയിലും ഖൈബർ പഖ്തൂണിലും അടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് താലിബാൻ കാഴ്ചവെച്ചത്. താലിബാൻ അവിടെയുള്ള പാകിസ്ഥാന്റെ പല സൈനിക പോസ്റ്റുകളും പിടിച്ചടക്കുന്ന കാഴ്ച, പലതും തീയിടുന്ന കാഴ്ച, സൈനികരെ പലരെയും കൊന്നൊടുക്കുന്ന കാഴ്ച, അതിനിടയിൽ തെഹ്രീക്കെ താലിബാന്റെ പല ഭീകര കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആക്രമിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ കണ്ടതാണ്. 5 മണിക്ക് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണം വീണ്ടും ഉണ്ടായി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ വലിയ ഒരു ജില്ലയിലെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഒഴിഞ്ഞുപോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇതിലെ പുതിയ ഡെവലപ്മെന്റ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ പൂട്ടാനായി പാകിസ്ഥാൻ ഇപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ സഹായം തേടുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. താലിബാന്റെ ബദ്ധ ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ താലിബാനെ ബദ്ധ വൈരികളായി കാണുന്ന തജിക്കിസ്ഥാന്റെ സഹായമാണ് ഇപ്പോൾ പാകിസ്ഥാൻ തേടാനായി പോകുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തജിക്കിസ്ഥാനിലേക്ക് പാക് ചാര സംഘടനയുടെ ISIയുടെ മേധാവിയായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ അസീം മാലിക് പോയി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ കിട്ടുന്നു. തജിക്കിസ്ഥാനിലെ കൊട്ടാരത്തിൽ അവിടെയുള്ള ഭരണാധികാരിയുമായി അദ്ദേഹം മീറ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അപ്രതീക്ഷിത സന്ദർശനം എന്നാണ് പാക് ചാര സംഘടനയുടെ തലവന്റെ ഈ സന്ദർശനത്തെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. താലിബാനെ ഒന്ന് ചൊടിപ്പിക്കാനും താലിബാനെ പ്രവോക്ക് ചെയ്യാനുമാണ് തങ്ങൾ ഈ സന്ദർശനം നടത്തിയത് എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. നേരത്തെ പാകിസ്ഥാന്റെ ഭരണാധികാരി താലിബാനെ തുടച്ചു നീക്കിയല്ലാതെ പാകിസ്ഥാന് മുന്നിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് എടുത്തിരുന്നു. എന്തായാലും ഈ യുദ്ധം എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഈ സംഘർഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ, താലിബാൻ ഇപ്പോൾ താലിബാൻ പാകിസ്ഥാൻ പോയി ഇപ്പോൾ തജിക്കിസ്ഥാൻ വരെ എത്തി നിൽക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് തജിക്കിസ്ഥാനിൽ പാകിസ്ഥാൻ പോയത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അത് തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്നും താലിബാന് എതിരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. താലിബാൻ വിരുദ്ധ വിഭാഗങ്ങളുടെ ശക്തി കേന്ദ്രമായാണ് തജിക്കിസ്ഥാൻ യഥാർത്ഥത്തിൽ കാണപ്പെടുന്നത് പല രാജ്യങ്ങളും അല്ലെങ്കിൽ കണക്കാക്കുന്നത്. ഈ തജിക്കിസ്ഥാന്റെ സൗഹൃദം ഞങ്ങൾക്ക് വേണം എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. 2021 നമുക്കറിയാം, താലിബാൻ അധികാരത്തിലേറുമ്പോൾ അവിടെ അഷ്റഫ് ഗനിയുടെ സർക്കാർ നേരെ പലായനം ചെയ്തത് US-ന്റെ പിന്തുണയോടുകൂടി തജിക്കിസ്ഥാനിലാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. തജിക്കിസ്ഥാൻ അഷ്റഫ് ഗനിക്ക് അഭയം കൊടുത്തു. 2021 മുതൽ തജിക്കിസ്ഥാൻ പ്രസിഡന്റായിട്ടുള്ള ഇമോമാലി റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി താലിബാനെ ശക്തമായി എതിർത്തു. താലിബാന്റെ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയും താലിബാനെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നും കാബൂളിൽ പുതിയ ഒരു സമാന്തര ഭരണകൂടം കൊണ്ടുവരണം എന്നുമാണ് ഇമോമാലി റഹ്മാൻ തജിക്കിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണാധികാരി 2021 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തജിക്കിസ്ഥാനെ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇമോമാലി റഹ്മാൻ എന്ന് പറയുന്ന തജിക്കിസ്ഥാനിലെ പ്രസിഡന്റ്. ആയിരക്കണക്കിന് തജിക് വംശജർ ഉൾപ്പെടെയുള്ളവരാണ് അഫ്ഗാനിസ്ഥാനിൽ നരകിക്കുന്നത് എന്നാണ് ഇമോമാലി റഹ്മാൻ പറയുന്നത്. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല താലിബാന്റെ പീഡനത്തിൽ നരകിക്കുന്നത് എന്നും ഇമോമാലി റഹ്മാൻ അഭിപ്രായപ്പെടുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഇമോമാലി റഹ്മാന്റെ പിന്തുണ തേടാനായിട്ടാണ് പാകിസ്ഥാൻ പോയിരിക്കുന്നത്. പോരാത്തതിന് സൈനികപരമായിട്ടുള്ള പിന്തുണയും തങ്ങൾക്ക് വേണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് മാത്രം താലിബാനെ ആക്രമിക്കുക എന്നുള്ളത് പാകിസ്ഥാന് നിഷ്പ്രയാസം സാധിക്കില്ല. കാരണം പാകിസ്ഥാനും താലിബാനും ഒരു ഭാഗത്ത് നിന്ന് ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് തജിക്കിസ്ഥാനിൽ തങ്ങൾക്ക് ഒരു സൈനിക പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യോമത്താവളം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തു നിന്നും, അതായത് അഫ്ഗാനിസ്ഥാന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും തങ്ങൾക്ക് ആക്രമിക്കാം. അങ്ങനെയാണെങ്കിൽ താലിബാൻ വലിയ പ്രതിരോധത്തിലാകുമെന്നാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നത്. 2 വാർ ഫ്രണ്ട് അങ്ങനെയാണെങ്കിൽ താലിബാന് തുറക്കേണ്ടി വരും എന്നും പാകിസ്ഥാൻ നിലവിൽ വിചാരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ പൂർണ്ണമായി പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തജിക്കിസ്ഥാനിലെ പാകിസ്ഥാന്റെ ഈ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തജിക്കിസ്ഥാനുമായി ഇപ്പോഴാണ് പാകിസ്ഥാൻ സൗഹൃദം സ്ഥാപിക്കാനായി ഒരുങ്ങുന്നത്. കൊട്ടാരത്തിലാണ് ISI തലവൻ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്, ഇമോമാലി റഹ്മാനെ കണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഓപ്ഷനുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് എന്നാണ് ഇപ്പോൾ ISI തലവനായിട്ടുള്ള അസീം മാലിക് താലിബാനെ വിരട്ടിയിരിക്കുന്നത്. ഞങ്ങൾ തജിക്കിസ്ഥാനിലെത്തിയത് കണ്ടോ, തജിക്കിസ്ഥാനിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കെണിയൊരുക്കുകയാണ്, ചിതയൊരുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ താലിബാന് അപ്പോഴും ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം എന്തുകൊണ്ടാണെന്ന്. മുൻ അഫ്ഗാൻ വൈസ് പ്രസിഡന്റായിട്ടുള്ള അമറുള്ള സല്ലേയുടെ നേതൃത്വത്തിൽ താലിബാൻ വിരുദ്ധ പ്രതിരോധ പ്രസ്ഥാനമായിട്ടുള്ള നാഷണൽ റെസിസ്റ്റൻസ് ഫണ്ട് രൂപീകരിച്ച നിരവധി താലിബാൻ വിരുദ്ധ വിഭാഗങ്ങൾ താജിക്കിസ്ഥാനിൽ ഉണ്ട് എന്നുള്ള ആ ബലത്തിലാണ് പാകിസ്ഥാൻ
താജിക്കിസ്ഥാന്റെ സഹായം തേടാൻ പോകുന്നത്. ശത്രുവിൻ്റെ ശത്രുമിത്രം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇതിൽ കുലുങ്ങുന്നില്ല. കാരണം താജിക്കിസ്ഥാനിൽ മറ്റൊരു രാജ്യത്തിന് ഒരു വ്യോമത്താവളമുണ്ട്. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനാണ്. ഇന്ത്യയുമായി താജിക്കിസ്ഥാൻ അത്രയും വലിയ സൗഹൃദത്തിലാണ്. പാകിസ്ഥാൻ ഇപ്പോഴാണ് താജിക്കിസ്ഥാനുമായി സൗഹൃദത്തിൽ ഏർപ്പെടാൻ പോകുന്നത്. എന്നാൽ ഇന്ത്യക്ക് അവിടെ ഒരു വ്യോമത്താവളമുണ്ട്. ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ താജിക്കിസ്ഥാൻ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് വേറൊരു കാര്യം. താജിക്കിസ്ഥാനിലൂടെ ഇന്ത്യക്ക് പല രീതിയിലുള്ള ട്രേഡ് റൂട്ടുകൾ തുറക്കാനായി ഇന്ത്യ പണ്ട് മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖൈബർ ഇടനാഴി ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിലുണ്ടെങ്കിലും വഖാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാനിലൂടെ താജിക്കിസ്ഥാനിലൂടെ നേരെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് റഷ്യയിലെ മോസ്കോ വരെ എത്തിക്കാനായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റഷ്യൻ എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കടൽ മാർഗമല്ല, ഇനി കരമാർഗമാണ് നല്ലത് എന്ന് ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു. പോരാത്തതിന് ഈ വഖാൻ ഇടനാഴി ഇന്ത്യ തുറക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വഖാൻ ഇടനാഴിയിലേക്ക് ഇന്ത്യക്ക് എത്തണമെങ്കിൽ, അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്ക് എത്തണമെങ്കിൽ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ കയ്യിലേക്ക് വേണം. ആ പാക് അധീന കശ്മീർ ഇന്ത്യയിലേക്ക് പിടിക്കാനുള്ള ഒരു വലിയ ഒരു ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം. കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ഈ ഖൈബർ പഖ്തൂൺ മേഖലയിലെ ഖൈബർ ഇടനാഴി മുറിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പാക് അധീന കശ്മീർ ഒറ്റപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഗുണം അതിൽ ഉണ്ടാകും എന്നുള്ളത് വേറൊരു കാര്യമാണ്. അങ്ങനെയുള്ള വിഷയത്തിൽ, ഇന്ത്യക്ക് താല്പര്യമുള്ള വിഷയത്തിൽ തജിക്കിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ വാക്ക് കേൾക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്നാൽ ഇന്ത്യ ഇതിൽ ഇടപെടാനും പോയിട്ടില്ല, ഈ കാര്യം അറിഞ്ഞതായിട്ടേ ഭാവിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ഇന്ത്യ അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ലെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് പല രാജ്യങ്ങളും ഇന്നെടുക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.